അമ്മയ്ക്കൊരു ഷിബുവിന് ഓർമ്മയുണ്ടോ? അറിയാം. പണ്ട് സെപ്റ്റിക് ടാങ്ക് കഴുകി ആറ്റിലൊഴുകിയതിന് പോലീസ് പിടിച്ച ഷിബു അല്ലേ? അല്ല. ആ നിന്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന ഷിബു, ആ മുട്ടോളം ചൊറിയുള്ള ചെറുക്ക്. ആ ചൊറിയും വെച്ചോണ്ട് ആ ചെക്കൻ സുഗമ ഹിന്ദി പരീക്ഷ 1ാം ക്ലാസ്സിൽ പാസ്സായില്ലേ? അയ്യോ, അത് മൂക്കട്ട ഷിബു. അവനിപ്പോ അമേരിക്കയിൽ വലിയ സ്ഥാപനം. നിർത്തുവോ? എനിക്ക് ഭക്ഷണം കഴിക്കണം. കഴിച്ചോ? കഴിക്കുന്നതിന്റെ ദേഹത്ത് കാണാനുള്ളൂ. ഞാൻ നല്ല മെലിഞ്ഞ തന്നെയാ ഇരിക്കുന്നത്. അത് ഇന്നും കൂടി ഒരാൾ പറഞ്ഞതേ ഉള്ളൂ. ആര്? ഒരാക്രിക്കാരൻ. നീ പറ, ഷിബു ഏതാ? മിസ്റ്റർ ഇന്ത്യ. അവൻ ഡെയിലി 30 മുട്ടയുടെ വെള്ളയാ കഴിക്കുന്നത്. 30. അയ്യോ, അപ്പൊ നീ ഇന്ന് ചോറുണ്ണുന്നില്ലയോ? നോ. അതെ, ഭക്ഷണം വേണ്ടെന്ന് വെച്ചിട്ടുള്ള ആരോഗ്യ സംരക്ഷണം ഒന്നും വേണ്ട. ഇലക്ഷൻ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങിയാലേ പിന്നെ സമയത്തിനും കാലത്തിനും ഒന്നും തിന്നാൻ പറ്റില്ല. മതി. പണ്ടൊക്കെ തെരഞ്ഞെടുപ്പ് വന്നാലേ ഇവന്റെ അച്ഛൻ 6 നേരം ഭക്ഷണം കഴിക്കും. വീട് നിറയെ പ്രവർത്തകരും, അവർക്കൊക്കെ ഭക്ഷണവും. പ്രവർത്തകരെ ഞാൻ അടുപ്പിക്കാത്ത. അവര് കയറി ഇറങ്ങി ഈ വീടും കാടിനും നശിപ്പിച്ച നസീറിനോട് ഞാനിത് സമാധാനം പറയും. നസീറിനെയും ബാപ്പാനെയും ഒക്കെ നിന്റെ അച്ഛൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മോനെ. ഇത്ര വലിയ വീട്ടിൽ താമസിക്കാനുള്ള കൊതി കൊണ്ടൊന്നും അല്ലല്ലോ നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. ഇത്രയും വലിയ വീടല്ലെങ്കിൽ ആരെ വിശ്വസിച്ചേൽപ്പിക്കും? ഇതാവുമ്പോ MLA താമസിക്കുന്നെന്ന് പറയുന്നത് നസീർക്ക് ഒരു ഗമയല്ലേ? MLA കഴിഞ്ഞ തവണ അച്ഛൻ മരിച്ചതിന്റെ സഹതാപതരംഗം ഉണ്ടായിരുന്നു. ഇത്തവണ ഒരു 7000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെങ്കിലും ഇവൻ തോക്കും. 7000 വോട്ടോ? ബെറ്റ്? ആ ബെറ്റ്. എത്ര രൂപ? 7000 രൂപ ഞാൻ തരാടി. നീ പറ്റുവയ്ക്ക്. ആ വെക്കാം. 7000 രൂപയ്ക്ക് ഞാൻ ബെറ്റ് വെക്കുന്നു. ഇത്തവണത്തെ ഇലക്ഷന് എന്റെ കലേഷേട്ടൻ ഒരു 10000 വോട്ടിനെങ്കിലും തോറ്റിരിക്കും. 7000. 10000. നിർത്തുന്നല്ലോ. മനുഷ്യരെ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല. ചുമ്മാ കുണുങ്ങളൊന്ന് പറഞ്ഞോണ്ടിരുന്നോളൂ. മുട്ടയോ? അപ്പം അത് ഇലക്ഷൻ കഴിയുമ്പോ കിട്ടിക്കോളൂ. നമ്മള് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങള് ആരെയും പുറത്തു പോയി ഷെയർ ചെയ്യുന്നത്? ഞാൻ അയച്ച വോയിസ് നോട്ടും അതിന്റെ സ്ക്രീൻഷോട്ടും രണ്ടും കൂടി നഫീസയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അത് ചെയ്തവളുടെ തലയിൽ ഇടുത്തി വീഴും. ആരായാലും ഗതി പിടിക്കും. നിന്നോട് ഇത് കുത്തിയിട്ട് വർത്തമാനം പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അത് ചെവിയിൽ പിടിക്കണമെന്നല്ലേ ഉള്ളൂ. നിന്റെ ചെവി. ആരാ? കലേഷേട്ടനാ. ഓ, നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് ആ ഇടുത്തി വീഴുന്ന കാര്യം. അതെ, ക്യൂട്ട് ലേഡീസ് എന്നുള്ള ഈ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു പോയാലോ എന്ന് പോലും ഞാൻ ആലോചിച്ചതാ. അത് വേണ്ടടോ. ആ പിന്നെ ആ സൗമ്യയുടെ ഹസ്ബൻഡ് മിക്കവാറും അവളെ ഡൈവേഴ്സ് ചെയ്യും. അവർക്ക് അങ്ങനെ തന്നെ വേണം. എന്നാലും ഞാൻ കുറ്റം പറഞ്ഞതിന്റെ ആ സ്ക്രീൻഷോട്ട് എടുത്തത് ആരായിരിക്കും? വിട്ട് കളയടി. അത് ചെയ്തവള് വെള്ളം കിട്ടാതെ ചാവുന്ന എനിക്ക് കാണണം. നമുക്ക് വേറൊരു ഗ്രൂപ്പ് തുടങ്ങിയാലോ? ഓക്കെ. അല്ല, നമ്മുടെ പുതിയ ഗ്രൂപ്പിന് എന്ത് പേരിടും? ആ, പോസിറ്റീവ് തിങ്കേഴ്സ്. അത് കൊള്ളാം. എന്നാ ബൈ, പിന്നെ കാണാം. ബൈ. നിന്നോട് എത്ര തവണ ഇതിൽ വെള്ളം പിടിച്ച് വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഇത് പച്ചവെള്ളമാണോ? അടുക്കളയിൽ ജീരകമുള്ള ഇരിപ്പുണ്ടായിരുന്നല്ലോ. നിനക്ക് ഒരു കാര്യം അറിയോ? നമ്മൾ മനുഷ്യരല്ലേ? ദിവസവും 8 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണമെന്നാ കണക്ക്. വെള്ളം ഫാറ്റ് ബേൺ ചെയ്യും. ഇന്ന് കേറി വന്നപ്പം പോലെ തുടങ്ങിയതാണല്ലോ ഈ ഫാറ്റ് ബേണിങ്. ഞാൻ അന്നും ഇന്നും 56 കിലോയേ ഉള്ളൂ. ഒരൊറ്റ പ്രസവം കൊണ്ട് അതൊക്കെ അങ്ങ് മാറും. അതിനങ്ങനെയൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലല്ലോ, അല്ലേ? അതെ, നീ കരയാണോ? എന്താടി ഇത്? നമ്മളിങ്ങനെയൊക്കെ പറയാറുള്ളതല്ലേ? നിനക്ക് വിഷമായോ? ഒരു കുഞ്ഞ് നമുക്ക് കൂട്ടായി വരും, നമ്മുടെ 2 പേരുടെ ആഗ്രഹം പോലെ. എന്തോ അടിക്കാതെ എന്താടി കിണിക്കുന്നത്? ഏയ് ഒന്നുമില്ല. നാളെ രാവിലെ മുതൽ ഓടാൻ പോകുന്ന ആളെ ഒന്ന് നോക്കിയതാ. ആവോ, ഇനി മുതൽ ദിവസവും രാവിലെ പോകും. എന്തേ? കഴിഞ്ഞ ബർത്ത്ഡേക്കും ന്യൂ ഇയറിനും ഒക്കെ ഞാനിത് കേട്ടതാ. കിടന്നോ മടി. നാളെ മുതൽ ഫാറ്റ് ബേൺ ചെയ്തിട്ട് തന്നെ കാര്യം. കം ഓൺ റക്കനേഷ്. കണ്ണാടിയിൽ മുസൽ കുറവുണ്ടോ? ഫസ്റ്റ് ഡേ അല്ലേ? ചിത്രേ, വാ എനിക്ക് ഓടാൻ പോ. ദേ, ശുദ്ധവായു, കിളികളുടെ കളകളാരവം ഒക്കെ കേൾക്കാം. ഞാനില്ല. കളകളാരവം വേണ്ട? വേണ്ട, കുറച്ചു നേരം കിടന്നാലോ? നിന്റെ
പ്രലോഭനത്തിൽ ഞാൻ വീടുമെന്ന് വിചാരിക്കണ്ട. മോള് ചായ ഉറങ്ങിക്കോ, ചേട്ടൻ ചാടി ഓടിയിട്ട് വരാം. രാജശില്പിയിലെ ഭാനുപ്രിയാന്ന വിചാരം. കഴുത്തറുത്താനല്ലോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേട്ടാ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഒറ്റയ്ക്കേ ഉള്ളോ? അല്ല, സാറിനെ ഇതിനു മുമ്പ് ഈ വഴിക്കൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ സാധാരണ വേറെ വഴിക്കാ. 20 കിലോമീറ്റർ. 20 കിലോമീറ്റർ? ഞാൻ അരമണിക്കൂർ. സമയക്കണക്കാ. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടല്ലോ, പുറകെ പോക്കോ, തനിക്കും കിട്ടും. കിണലെങ്കിലും പേടിക്കണ്ട കേട്ടോ. ഞാനിതൊക്കെ അതിർത്തിയിൽ കുറെ കണ്ടതാ. സംസ്കാരമില്ലാത്തവന്മാരാ സാറേ. സോറി സോറി സാർ. സാറേ, നമുക്ക് ഈ റോഡൊക്കെ ഒന്ന് ശരിയാക്കണം കേട്ടോ. സാറ് ഭയങ്കര നാണക്കാരനെന്ന് തോന്നുന്നു. ഒന്നും മിണ്ടുന്നില്ല. ഓടുമ്പോ മിണ്ടാൻ പാടില്ല. ഓ സാറേ, നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ അസറ്റാ. സാറ് ഭയങ്കര ലക്കിയാ. സാറിന്റെ അബ്ഡമൻ ചെറുതാ. ഞാനേ ഈ വഴിക്കാ. അല്ല സാറേ, ഞാനും വരാം. ഒരു ദിവസം വഴി തെറ്റിച്ചെന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല. ഇനി ഇപ്പൊ വീട്ടിൽ പോകാം. ഓട്ടം മാത്രമല്ലടാ, കിടപ്പ് വന്നിച്ചാ നിനക്കല്ല. ഊള. അവന്റെ മകൻ അവന്റെ നിറമാണെങ്കിലും അപ്പുറത്തെ വീട്ടിലെ ജയന്റെ അതേ പൂച്ചക്കണ്ണ. എന്താ ചിരിക്കുന്നേ? പണ്ട് ബോംബെയിൽ ഒരു മദൻ സാർ ഉണ്ടായിരുന്നേ. പുള്ളിക്കാരൻ ഇതേപോലെ ഒരു ഓട്ടമായിരുന്നു. എപ്പോ? ഹോട്ടലിൽ റെയ്ഡ് വന്നപ്പോ. ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ധൈര്യമുള്ള ഒറ്റ ഒരുത്തനില്ല. ഈ മണ്ഡലത്തിലെ അവസാനത്തെ തെരുവ് നായവരെ ഉന്മൂലനം ചെയ്യുവാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. മറക്കണോ? എന്താ ഞാൻ മറക്കേണ്ടത്? ഇതിപ്പോ പുറകിലുമല്ല മുന്നിലുമല്ല, ഒപ്പം നടക്കുക. വല്ലാത്തൊരവസ്ഥയാ. ഒന്നും നോക്കണ്ട, 8 എന്ന് എഴുതുന്ന പോലെ ഒരു ഒറ്റ ഓട്ടം ഓടിക്കണം. 8. 1 2 8. സരിത പദ സ പരിഗര സിഗ